റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നിഫ്റ്റിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ട്രേഡിംഗ് ചെയ്യുമ്പോൾ മാർക്കറ്റിലെ അടുത്ത കാലത്തെ ഏറ്റവും വലിയൊരു മാറ്റം അവർ കാണാതെ പോകുന്നു. ആളുകൾ ഹെഡ്ലൈനുകൾ കാണുന്നു, ഫോണിലെ ബ്രാൻഡ് നെയിമുകൾ തിരിച്ചറിയുന്നു, പക്ഷേ കൃത്യമായിട്ടുള്ള ഡേറ്റ അവർ മനസ്സിലാക്കും. സ്മാർട്ട് മണി സീക്രട്ട് ആയിട്ട് വാങ്ങിക്കൂട്ടുന്ന ഒരുപാട് ട്രെൻഡിങ് സ്റ്റോക്കുകളുണ്ട്. മാർക്കറ്റിലെ 3 ട്രെൻഡിങ് സ്റ്റോക്കുകളെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഗ്രോ, മീഷോ ആൻഡ് ഓല ഇലക്ട്രിക്. ഏറ്റവും വലിയ അവസരങ്ങൾ സ്റ്റോറി സ്റ്റോക്സിൽ നിന്ന് എക്സിക്യൂഷൻ സ്റ്റോക്സിലേക്ക് മാറുന്ന ട്രെൻഡുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച ചില നിക്ഷേപകർ വെറുതെ ഇരിക്കുകയല്ല, റീറ്റെയിൽ നിക്ഷേപകർ പലപ്പോഴും ചെയ്യാൻ മറക്കുന്ന ഒരു കാര്യം അവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പല റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും നിഫ്റ്റിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാർക്കറ്റ് ഫ്ലാറ്റ് ആണ് എന്ന് കരുതിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യാറ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഈ അടുത്ത കാലത്തുള്ള ഏറ്റവും വലിയൊരു മാറ്റം പലരും കാണുന്നില്ല. യഥാർത്ഥ മാർക്കറ്റ് സ്റ്റോറി നടക്കുന്നത് ആ ഒരു പബ്ലിക് ഇൻഡെക്സുകളായിട്ടുള്ള നിഫ്റ്റി 50 അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലോ ഒന്നും ആയിരിക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, എന്നാൽ വളരെ കുറച്ചു പേർ മാത്രം ഡീപ്പായിട്ട് മനസ്സിലാക്കുന്ന 3 കമ്പനികളുടെ ഫിനാൻഷ്യൽ കണക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ കളിയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആളുകൾ ന്യൂസുകളുടെ ഹെഡ്ലൈനുകൾ കാണുന്നു, അവരുടെ ഫോണിലെ ബ്രാൻഡ് നെയിമുകൾ മനസ്സിലാക്കുന്നു. അവർ പക്ഷേ അകത്ത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്ന ഡേറ്റകൾ അവർ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ എന്തുകൊണ്ടാണ് സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ഗ്രോ, മീഷോ, ഓല ഇലക്ട്രിക് ഇവയെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയാണ്. വെറും ഹൈപ്പോ അല്ലെങ്കിൽ ഊഹാപോഹങ്ങളോ ഒന്നുമല്ല, ഡേറ്റയെ കൃത്യമായിട്ട് അനലൈസ് ചെയ്താണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. സാധാരണ നിക്ഷേപകരെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം വളരെയേറെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. പ്രധാന സൂചികകളായിട്ടുള്ള നിഫ്റ്റി 50 അല്ലെങ്കിൽ സെൻസെക്സോ ഒക്കെ ഒരു ദിവസം ഉയരുന്നു, അടുത്ത ദിവസം തകർന്ന് താഴേക്ക് വീഴുന്നു. വിപണിക്ക് വ്യക്തമായിട്ടുള്ളൊരു ദിശയില്ലാത്തതുപോലെ നമുക്കെല്ലാം തോന്നുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നോക്കിയാൽ അതേ പഴയ സ്റ്റോക്കുകൾ തന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകളിൽ പ്രതീക്ഷകളോടെ കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച ചില നിക്ഷേപകർ പക്ഷെ എങ്ങനെയല്ല ചെയ്തിരുന്നത്. റീറ്റെയിൽ നിക്ഷേപകർ പലപ്പോഴും ചെയ്യാൻ മറക്കുന്ന ഒരു കാര്യമാണ് അവർ ചെയ്തിരുന്നത്. അവർ കൃത്യമായിട്ട് വായിക്കുന്നു. തലക്കെട്ടുകൾ മാത്രമല്ല, ക്വാർട്ടർലി റിപ്പോർട്ടുകളും ആനുവൽ റിപ്പോർട്ടുകളും ഒക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നു. കളി മാറി എന്ന് അവർക്ക് മനസ്സിലായി. ഉപഭോക്താക്കളെ ലഭിക്കാൻ വേണ്ടി മാത്രം കോടിക്കണക്കിന് രൂപ നഷ്ടം സഹിച്ച് എന്ത് വില കൊടുത്തും വളരുന്ന ഒരു കാലം മാറിക്കഴിഞ്ഞു. മാർക്കറ്റ് ഇപ്പൊ നല്ലൊരു മാർക്കറ്റ് സ്റ്റോറിക്കല്ല റിവാർഡ് കൊടുക്കുന്നത്, മറിച്ച് എക്സിക്യൂഷനും ലാഭത്തിലേക്കുള്ള വ്യക്തമായിട്ടുള്ള ഒരു റൂട്ടും ആവശ്യപ്പെടുന്നുണ്ട് എന്നതാണ് പറഞ്ഞു വരുന്നത്. അതായത് റീറ്റെയിൽ നിക്ഷേപകർ ഒരു ഡൈവേഴ്സ്ഡ് മാർക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ടോപ്പിൽ നിന്ന് വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. പുതിയ കാലത്തെ ഒരുപിടി ടെക്നിക്കൽ കമ്പനികൾ ലാഭകരമായിട്ടുള്ള മണി മേക്കിംഗ് മെഷീനുകളായിട്ട് പതിയെ മാറാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഡേറ്റ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തന്നെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മളെ പോലെയുള്ള മിക്ക റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും അത് കാണുന്നില്ല. സ്മാർട്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അത് കാണുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇവിടെ ഈ സ്മാർട്ട് മണി മാത്രം കണ്ടെത്തുന്ന ഈ ഒരു നിധി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ഇതിനെ മനസ്സിലാക്കുന്നത്? സ്മാർട്ട് മണി തീസിസ് എന്ന് നമ്മൾ ഓമന പേരിൽ വിളിക്കുന്ന ആ ഒരു ഐഡിയ നമ്മൾ ലളിതമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ പതുക്കെ പ്രതീക്ഷകളുടെ ലോകത്ത് നിന്ന് എക്സിക്യൂഷൻ സ്റ്റോക്സിലേക്ക് പതുക്കെ മാറുകയാണ്. നിക്ഷേപകർ വെറും റവന്യൂ ഗ്രോത്തിനപ്പുറം ഒരു പ്രത്യേക ചട്ടക്കൂടിലൂടെയാണ് ബിസിനസ്സുകളെ നോക്കി കാണുന്നത്. ബേസിക്കലി ഇത് 4 പ്രധാന പില്ലേഴ്സിനാണ് നിലകൊള്ളുന്നത്. ഒന്നാമത്തേത് ഗ്രോസ് മാർജിന്റെ ട്രെൻഡ് എന്താണ്, അല്ലെങ്കിൽ അവ മെച്ചപ്പെടുന്നുണ്ടോ? രണ്ടാമത്തേത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ടോ, അതായത് റവന്യൂവിനേക്കാൾ വേഗത്തിൽ ലാഭം കൂടി വരുന്നുണ്ടോ എന്നാണ്. മൂന്നാമത്തേത് ലാഭത്തിലേക്കുള്ള ആ ഒരു റൂട്ട് കറക്റ്റ് ആണോ, പാത്ത് ടു പ്രോഫിറ്റബിലിറ്റി എന്താണ്, ക്യാഷ് ബോൺ കുറയുന്നുണ്ടോ, കമ്പനി ബ്രേക്ക് ഈവൻ അടുത്താണോ, അതോ ഇതിനകം ലാഭത്തിലായോ, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനമായിട്ട് ഇതിനൊരു കോമ്പറ്റേറ്റീവ് മോട്ട് അഥവാ എതിരാളികളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന എന്ത് പെക്യൂലിയാരിറ്റിയാണ് നമ്മുടെ ഈ ഒരു കമ്പനിക്കുള്ളത്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ചട്ടക്കൂടാണ് നമ്മൾ ഗ്രോ, മീഷോ, ഓല ഇലക്ട്രിക് എന്നീ 3 ഇമ്പോർട്ടന്റ് സ്റ്റോക്കുകളെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ചില ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർക്ക് ഈ ഒരു സ്റ്റോക്കുകളിൽ താല്പര്യം ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഒരു നമ്പേഴ്സ് എന്താണ് എന്ന് കൂടി നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. അപ്പൊ നമുക്ക് ഗ്രോയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗ്രോ വെറും ഒരു ലോ കോസ്റ്റ് ബ്രോക്കറേജ് ആപ്പ് ആണ് എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഒരുപക്ഷെ 2 വർഷം പുറകിലാണ് നമ്മൾ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏറ്റവും പുതിയ Q4 ഫിനാൻഷ്യൽ ഇയർ 26 റിസൾട്ട് പ്രകാരം ഗ്രോ ഏതാണ്ട് 686 കോടി രൂപയുടെ പാറ്റ്, അതായത് നികുതിക്ക് ശേഷമുള്ള ലാഭം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
കാണിക്കുന്നുണ്ട്. ഇത് ഏതാണ്ട് ഇയർ ഓൺ ഇയർ 122% വർധനവാണ് കാണിക്കുന്നത്. എന്നാൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട മറ്റൊരു നമ്പർ ഉണ്ട്. ഈ ക്വാർട്ടറിലെ പാറ്റ് മാർജിൻ 44.7%. ലളിതമായിട്ട് പറഞ്ഞാൽ ഓരോ 100 രൂപ റവന്യൂവിനും ഏകദേശം 45 രൂപ ലാഭമായിട്ട് കമ്പനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു അവിശ്വസനീയമായ രീതിയിലുള്ള വളർച്ചയാണ്. ഓപ്പറേഷൻ ലിവറേജിന്റെയും ഉയർന്ന നിലവാരമുള്ള അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡലും ശരിയായ ട്രാക്കിൽ എത്തിയതിന്റെയും ഒരു സൂചന തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഈ ലാഭം എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെയാണ് സ്മാർട്ട് മണി വളരെ ആഴത്തിൽ പരിശോധിക്കുന്നത്. ബ്രോക്കറേജ് ഫീസ് മാത്രമല്ല, ഗ്രോ ഒരു മൾട്ടി എഞ്ചിൻ റവന്യൂ മെഷീൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു പ്രധാന ഘടകം അതിന്റെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി, അതായത് MTF ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഉപഭോക്താക്കൾക്ക് നിക്ഷേപം നടത്താൻ കടം വാങ്ങാൻ അനുവദിക്കുന്ന ഒരു സംവിധാനമാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയ മാർജിൻ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നിർദ്ദിഷ്ട ഡേറ്റ ലഭ്യമല്ലെങ്കിലും കമ്പനിയുടെ MTF ബുക്ക് ഗണ്യമായിട്ട് വലുതാണെന്നും ഇത് ട്രേഡർമാരുടെ പങ്കാളിത്തം വർദ്ധിച്ചതിന്റെ ഒരു വളരെ വലിയ സൂചന നമുക്ക് നൽകുന്നുണ്ട് എന്നുകൂടി പറയേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് പാറ്റേൺ. ഗ്രോ അതിന്റെ ലോ കോസ്റ്റ് ബ്രോക്കറേജ് ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വലിയ യൂസർ ബേസ് ഉപയോഗിക്കുന്നു. തുടർന്ന് ഡെറിവേറ്റീവ് ട്രേഡിംഗ്, മ്യൂച്വൽ ഫണ്ടുകൾ, ലെൻഡിംഗ് പോലെയുള്ള ഉയർന്ന മാർജിനുള്ള ഉൽപ്പന്നങ്ങൾ ക്രോസ് സെയിൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ആ ഒരു സ്റ്റോക്കിനുള്ള റിസ്കുകൾ? തീർച്ചയായിട്ടും ബ്രോക്കറേജ് ബിസിനസ് ഒരു സൈക്ലിക്കലാണ്. മാർക്കറ്റ് നല്ലതായിരിക്കുമ്പോൾ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് ആണ്. പക്ഷേ മത്സരം എപ്പോഴും ഫീസ് കുറയ്ക്കാൻ സാധ്യതയുള്ള ബ്രോക്കറേജുകൾ ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നിടത്താണ്. എന്നാൽ ഡേറ്റ കാണിക്കുന്നത് ഈ ഒരു ഭീഷണി ഗ്രോ മറികടക്കുന്നു എന്നാണ്. ഒരു ഉയർന്ന മാർജിനുള്ള ഫിനാൻഷ്യൽ സർവീസ് ഭീമനായി മാറിയ കമ്പനിയാണ് ഗ്രോ. പ്രധാന കാര്യം അതിന്റെ അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ്, MTF ഉപയോഗം എന്നിവ വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണെങ്കിൽ അതിന്റെ വരുമാനം കൂടുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ലാഭം വളരാനുള്ള സാധ്യത മുന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഗ്രോയിൽ പ്രകടമായിട്ടുള്ള ലാഭത്തിന്റെ ഒരു കഥ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ ഡേറ്റ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് ചാർട്ടുകളിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. മീഷോ. അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു നല്ല വളർച്ചാ രീതിയാണ് മീഷോ പ്രതിനിധീകരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ഫലപ്രദമായിട്ട് മോണിറ്റൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. വർഷങ്ങളായിട്ട് മീഷോയെ ചുറ്റിപ്പറ്റിയുള്ള പ്രധാന ചോദ്യം വളരെ ലളിതമായിരുന്നു. ഒരു കമ്പനിക്ക് എങ്ങനെ എത്രയും കുറഞ്ഞ വിലയുള്ള ഉൽപ്പന്നങ്ങൾ ഷിപ്പ് ചെയ്ത് പണം ഉണ്ടാക്കാൻ കഴിയും? പ്രത്യേകിച്ച് ലോജിസ്റ്റിക് സങ്കീർണമായിട്ടുള്ള ടയർ 2, ടയർ 3 നഗരങ്ങളിലേക്ക് എങ്ങനെ ഷിപ്പ് ചെയ്യാൻ കഴിയും? അപ്പോൾ അതിന്റെ ഉത്തരം ഉൽപ്പന്നത്തിന്റെ വിൽപ്പനയിൽ നിന്ന് മാത്രമായിരുന്നില്ല. അനലിസ്റ്റുകൾ തിരിച്ചറിഞ്ഞ ഒരു രഹസ്യായുധം പരസ്യമാണ്. അതായത് ആഡ് റവന്യൂ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഒരു രസകരമായിട്ടുള്ള ട്രെൻഡ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ഗ്രോസ് മെർച്ചന്റൈസ് വാല്യൂവിന്റെ 1% എന്ന നിലയിൽ ആഡ് റവന്യൂ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. വിൽപ്പനക്കാർ പ്രൊമോട്ട് ചെയ്യാൻ പണം നൽകുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണം കാര്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അതായത് മോണിറ്റൈസേഷൻ എഞ്ചിൻ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന്റെ സൂചന ലഭിച്ചിട്ടുണ്ട്. മീഷോ വിൽപ്പനക്കാരുടെയും വാങ്ങുന്നവരുടെയും ഒരു വലിയ ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ അത് ഇക്കോസിസ്റ്റത്തിന്റെ വിൽപ്പന ഭാഗത്തെ മോണിറ്റൈസ് ചെയ്യുകയാണ്. ഫിനാൻഷ്യൽ ഇയർ 26 സാമ്പത്തിക റിസൾട്ടിൽ കമ്പനിയുടെ വരുമാനം കുത്തനെ കൂടുകയും അറ്റനഷ്ടം ഗണ്യമായിട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ് ഈ ഒരു സ്റ്റോക്കിലേക്ക് നമ്മുടെ കണ്ണെത്തുന്നതിന്. ഈ ഓപ്പറേറ്റിംഗ് ലിവറേജിൽ പ്രവർത്തിക്കുന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചന നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ലഭിക്കുകയാണ്. റിസ്ക് തീർച്ചയായിട്ടും ഉണ്ട്. മീഷോയ്ക്ക് മികച്ച ഒരു എക്സിക്യൂഷണൽ റിസ്ക് ഉണ്ട്. അതിന്റെ ലാഭക്ഷമത എന്നത്, ലോജിസ്റ്റിക്സിന്റെ കാര്യക്ഷമത, സ്ഥിരമായിട്ടുള്ള ഉപഭോക്തൃ വളർച്ച, മോണിറ്റൈസേഷന്റെ ഗുണമേന്മ, ഇവയൊക്കെ ഒരു രൂക്ഷമായിട്ടുള്ള ബാലൻസിങ്ങിനെ ആശ്രയിച്ചിരിക്കും. ഇതിന് ഇപ്പോഴും ഒരു വലിയ തോതിലുള്ള വളർച്ചാ സ്റ്റോറിയാണ് ഇവിടെ കാണേണ്ടത്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തള്ളിക്കളയാൻ കഴിയില്ല. മീഷോയുടെ ദിശ ഇപ്പോൾ മോണിറ്റൈസേഷനിലേക്കും മാർജിൻ വിപുലീകരണത്തിലേക്കും ഉറച്ചതായിട്ട് നമുക്ക് തോന്നുകയാണ്. അപ്പോ തീർച്ചയായിട്ടും മീഷോയെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അതേസമയം മീഷോയുടെ ഒരു ടെക്നിക്കലും ഫണ്ടമെന്റലും ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ ഡീറ്റെയിൽസിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഈ മൂവിംഗ് ആവറേജുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50, 100, 200 മൂവിംഗ് ആവറേജുകളൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു പോവുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ് നമ്മുടേത്. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പൊ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അവസാനമായിട്ട് ലിസ്റ്റിലെ ഏറ്റവും വിവാദപരമായിട്ടുള്ള പേരിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓല ഇലക്ട്രിക്. ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് ടേൺ അറൌണ്ട് സ്റ്റോറിയാണ്. ഓരോ വിശ്വസിക്കുന്ന ആൾക്കും ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം ആണ് സ്റ്റോക്കിന്റെ വളർച്ച. ഒരുപക്ഷെ സ്മാർട്ട് മണി വികാരങ്ങൾ മറച്ചു വെച്ചല്ല കളിക്കുന്നത്, അത് ഡേറ്റ വെച്ചാണ്. ഓല ഇലക്ട്രിക്കിൽ നിന്നുള്ള സമീപകാല ഡേറ്റ അവഗണിക്കാനാവാത്ത ഒരു ടേൺ അറൌണ്ടിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ സ്കൂട്ടർ വിൽപ്പനയെ കുറിച്ചുള്ള പഴയ കഥകളെല്ലാം ഒരുപക്ഷെ നമ്മൾ മറക്കേണ്ടി വരും. പുതിയ സ്റ്റോറി ചില നിക്ഷേപകരെ ആകർഷിക്കുന്നത് മാർജിനുകളെ കുറിച്ചാണ്. Q4 ഫിനാൻഷ്യൽ ഇയർ 26 ഓല
ഓല ഇലക്ട്രിക് 38.5% ഏകീകൃത ഗ്രോസ് മാർജിൻ റിപ്പോർട്ട് ചെയ്തു. ഒരു വർഷം മുമ്പ് Q4 ഫിനാൻഷ്യൽ ഇയറിൽ ഈ കണക്ക് 13.7%. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, 12 മാസത്തിനുള്ളിൽ കമ്പനി അതിന്റെ ഗ്രോസ് മാർജിൻ ഏതാണ്ട് ഇരട്ടിയാക്കി എന്നുള്ളതാണ്. അപ്പോൾ അവരെങ്ങനെയാണ് അത് ചെയ്തത്? അല്പം വേദന നിറഞ്ഞതും എന്നാൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് റീസ്ട്രക്ചറിംഗിലൂടെയും അവര് വിർച്വൽ ഇന്റഗ്രേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നിർമ്മാണം ഇൻഹൗസ് ആക്കി. അവർ കൂടുതൽ ചെലവ് കുറഞ്ഞ Gen3 പ്ലാറ്റ്ഫോം ഇറക്കുകയും ചെയ്തു. ഇതെല്ലാം ഓപ്പറേറ്റിംഗ് ചെലവുകൾ ഗണ്യമായിട്ട് കുറയ്ക്കുകയും ചെയ്തു. ക്യാഷ് ബേൺ കുറഞ്ഞു. കൂടാതെ ചരിത്രത്തിൽ ആദ്യമായിട്ട് Q2 ഫിനാൻഷ്യൽ ഇയറിൽ ഓട്ടോ ബിസിനസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എബിറ്റിഡ നേടുകയും. അപ്പോൾ ഇതൊരു അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റമാണ്. ഓലയുടെ സ്റ്റോറി ഇവിടെ ഇവികളുടെ ഡിമാൻഡിനെ കുറിച്ച് മാത്രമല്ല, ഈ മാർജിൻ നേട്ടങ്ങളെ സ്ഥിരവും അല്ലെങ്കിൽ ദീർഘകാലവുമായിട്ടുള്ള ലാഭവുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന്റെ പുതിയ കോസ്റ്റ് സ്ട്രക്ചറിന് നമുക്കതിന് സാധിക്കുമോ എന്നുള്ളത് വളരെ ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോ ഇവിടെയുള്ള റിസ്കുകൾ യാഥാർത്ഥ്യമാണ്. ടേൺ അറൗണ്ട് ശ്രദ്ധേയമാണ്. പക്ഷേ റവന്യൂ ഗ്രോത്ത് കുറച്ചുകൂടി സ്ഥിരമാവുകയും വലിയ നഷ്ടങ്ങൾ ലാഭകരമായിട്ട് മാറുന്നത് വരെ മാർക്കറ്റിലൂടെ സംശയത്തോടെ തന്നെ നിലകൊള്ളുന്നതും വളരെ സാധ്യത തരുന്ന ഒന്നാണ്. ഇതൊരു ടേൺ അറൗണ്ട് ബെറ്റാണ്, അല്ലാതെ സ്ഥിരതയുള്ള നിക്ഷേപമല്ല. പ്രത്യേക കാര്യം ഇതാണ്, ഓലയുടെ സ്റ്റോറി ഇനി EV ഡിമാൻഡിനെ കുറിച്ച് മാത്രമല്ല, മാർജിൻ നേട്ടങ്ങളെ സ്ഥിരമായിട്ട് ലാഭമാക്കി മാറ്റാൻ അതിന്റെ കോസ്റ്റ് സ്ട്രക്ചറിന് കഴിയുമോ എന്നുള്ള ആ ഒരു ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലാഭം എന്നുള്ള ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ ഇവിടെ ഉയർന്നു വന്നേക്കും. നിങ്ങൾ മാർക്കറ്റിനെ നോക്കുന്ന രീതി മാറ്റാൻ സമയമായി എന്നുള്ളത് തന്നെയാണ്. ഹ്രസ്വകാല വിലചലനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നിങ്ങളുടെ അനാലിസിസ് വിപണിക്ക് അനുസരിച്ച് മാറ്റാൻ ശ്രമിക്കുക. കളി ഇപ്പോൾ കഥകൾക്ക് പണം നൽകുന്നതിൽ നിന്ന് എക്സിക്യൂഷന് പണം നൽകുന്നതിലേക്ക് പതുക്കെ മാറുകയാണ്. അപ്പോ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന ഏതൊരു പുതിയ കമ്പനിക്കും ഈ ഒരു ലളിതമായിട്ടുള്ള ആ ഒരു ഫ്രെയിംവർക്ക് ഉപയോഗിക്കാൻ കഴിയും. ഒന്നാമതായിട്ട് റവന്യൂ ഗ്രോത്ത്, അത് ഇപ്പോഴും ശക്തമാണോ എന്ന് നോക്കണം. രണ്ടാമത് ഗ്രോസ് മാർജിൻ ട്രെൻഡ്, കമ്പനി കഴിഞ്ഞ വർഷം വിറ്റ ഓരോ ഓഹരിയും ഓരോ ഉൽപ്പന്നത്തിലും ഈ വർഷം കൂടുതൽ ലാഭം ഉണ്ടാകുന്നുണ്ടോ എന്ന് കണക്കാക്കണം. മൂന്നാമത് ഓപ്പറേറ്റിംഗ് ലിവറേജിനായിട്ട് നോക്കുക. വിൽപ്പനയേക്കാൾ വേഗത്തിൽ ലാഭം വളരുന്നുണ്ടോ? ഇതൊരു സ്കെയിലബിൾ ബിസിനസിന്റെ അടയാളമാണ്. നാലാമത് പാത്ത് ടു പ്രോഫിറ്റബിലിറ്റി, കൃത്യമായിട്ട് അനാലിസ് ചെയ്യുക. ക്യാഷ് ബേൺ കുറയുന്നുണ്ടോ? കമ്പനിക്ക് അത് അങ്ങോട്ടേക്ക് എത്താൻ വ്യക്തവും വിശ്വസനീയമായിട്ടുള്ള ഒരു റൂട്ട് ഉണ്ടോ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ലെൻസിലൂടെ നോക്കുമ്പോൾ ചിത്രം വളരെ വ്യക്തമാണ്. ഗ്രോ പ്രകടമായിട്ടുള്ള ഉയർന്ന വളർച്ചാ നിലവാരമുള്ള ഒരു ലാഭത്തിന്റെ കഥയായിട്ട് കണക്കാക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ മീഷോ വലിയ വളർച്ചാ സാധ്യതയുള്ള ഒരു ഓപ്ഷനായിട്ട് കാണപ്പെടുന്നു. ഓല ഇലക്ട്രിക് ആകട്ടെ എക്സിക്യൂഷൻ തുടർന്നാൽ വലിയ വരുമാനം നൽകാൻ സാധ്യതയുള്ള ഉയർന്ന റിസ്കുകളെ ചർച്ചാ വിഷയമായിട്ട് ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഏറ്റവും വലിയ അവസരങ്ങൾ അത്ര പെട്ടെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞതുമില്ല. പല ഇൻഡെക്സുകളും നോക്കുമ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ട് തന്നെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാം. പക്ഷേ കൃത്യമായിട്ട് ഉള്ളിലെ ഡേറ്റയിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് പണം സമ്പാദിക്കാനുള്ള ഓപ്ഷൻസ് അവിടെ റെഡിയാണ്. സ്റ്റോറി സ്റ്റോക്കുകളിൽ നിന്ന് എക്സിക്യൂഷൻ സ്റ്റോക്കുകളിലേക്കുള്ള മാറ്റം ഇന്നത്തെ ഇന്ത്യൻ ടെക് സ്പേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെൻഡുകളിൽ ഒന്നാണ്. ഗ്രോ, മീഷോ, ഓല ഇലക്ട്രിക്, ഈ 3 ശക്തൻ കമ്പനികളുടെ അനാലിസിസ് നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളോട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈ 3 സ്റ്റോക്കുകളിൽ ഏതാണ് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്റ്റോക്ക് ഏതാണ്? ഗ്രോയുടെ വ്യക്തമായിട്ടുള്ള ലാഭക്ഷമതയിലാണോ, അല്ലെങ്കിൽ മീഷോയുടെ ഒരു വലിയ വളർച്ചാ സാധ്യതയാണോ, അതോ ഓല ഇലക്ട്രിക്കിന്റെ ഹൈ റിസ്ക് ടേൺ അറൗണ്ട് സ്റ്റോറിയിലാണ്? അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ ഫണ്ടമെന്റൽസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, ഹൈപ്പിലല്ല. ബഹളങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന കൂടുതൽ ഡേറ്റ ഡ്രിവൺ അനാലിസിസിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ഇവിടെ ലഭിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ്, അനാലിസിസുകൾ, ട്രെൻഡുകൾ, ഫൈനലി സൂപ്പർ സ്ട്രാറ്റജികൾ, ഇവയെല്ലാം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു സൂപ്പർ ഇൻവെസ്റ്റ്മെന്റ് ചാനലാണ് നമ്മുടേത്. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ പലരും ഹൈപ്പ് ചെയ്ത് തരാറുണ്ട്, അതുപോലെ തന്നെ സൂപ്പർ താങ്ക്സ് തരാറുണ്ട്. അവർക്കൊക്കെ ഒരു പ്രത്യേക ഹൈ. ചാനൽ വളരാനും മറ്റുള്ളവരിലേക്ക് എത്താനും നിങ്ങളുടെ ഒരു വലിയ സഹായം ഞങ്ങൾ എപ്പോഴും നന്ദിയോടെ ഓർക്കും. അപ്പോൾ ഇതുപോലെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്മെന്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.